കൈറ്റ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ കൊല്ലം ബീച്ചിൽ നടത്തിയ ദേശീയ പട്ടം പറത്തൽ മേള വേറിട്ട കാഴ്ചയായി. പ്രാദേശിക പട്ടം പറത്തലുകാർക്കൊപ്പം രാജ്യത്തെ 15ഓളം സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരും മേളയിൽ പങ്കെടുത്തു. കാറ്റിനൊപ്പം ആടിയുലഞ്ഞ് നീരാളിയും സ്രാവുമടക്കമുള്ള കടൽ ജീവികൾ, ഒപ്പം കേരളത്തിന്റെ സ്വന്തം കഥകളിയും തെയ്യവും. കൊല്ലം ബീച്ചിൽ കാഴ്ചയുടെ രസചരട് പൊട്ടിച്ച് ചരടിൽ കോർത്ത പട്ടങ്ങൾ വാനിൽ വിസ്മയം തീർത്തു. കൈറ്റ് ക്ലബിന്റെ നേതൃത്വത്തിലായിരുന്നു കൊല്ലത്ത് പട്ടം പറത്തൽ മേള സംഘടിപ്പിച്ചത്. ഞങ്ങൾ നാഷണൽ ലെവലിലുള്ള കൈറ്റാണ് അവരെ പങ്കെടുപ്പിച്ചോളൂ. 15 സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ആളുകൾ ഇവിടെ വന്നിട്ടുണ്ട്. അവരുടെ സംസ്കാരവും അവരുടെ ആചാരങ്ങളും അനുഭവിക്കുന്ന പ്രയാസങ്ങൾക്കനുസൃതമായുള്ള പ്രശ്നങ്ങളാണ് ഇവിടെ അവതരിപ്പിച്ചത്. കൊല്ലത്തെ ബീച്ചിലെ സാഹചര്യങ്ങൾ അന്തർദേശീയ നിലവാരത്തിൽ പട്ടം പറത്തൽ സംഘടിപ്പിക്കാൻ അനുകൂലമാണെന്ന് വിദഗ്ധർ അഭിപ്രായപ്പെട്ടു. നല്ലൊരു സോയിൽ തന്നെയാണ് ഇവിടെ ഉള്ളത്. കാറ്റും ഇന്നലത്തെക്കാട്ടും കൂടുതൽ നല്ലൊരു കാറ്റുണ്ട്. ഈ കാറ്റിന്റെ വ്യതിയാനം സത്യത്തിൽ പട്ടം പറത്താൻ എളുപ്പമാണ്. പക്ഷേ കൂടുതൽ ടർബുലൻസ് ആവുന്ന കാറ്റ് സാധാരണ വലിയ പട്ടങ്ങളിലേക്ക് ബുദ്ധിമുട്ടാവും. രാജ്യത്തെ 15 സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവർ മേളയിൽ പങ്കെടുക്കുന്നുണ്ട്. പട്ടങ്ങളുടെ വിൽപ്പനയും നിർമ്മാണ പരിശീലനവും കൈറ്റ് ഫെസ്റ്റിനൊപ്പം സംഘടിപ്പിച്ചിട്ടുണ്ട്. റിപ്പോർട്ടർ, കൊല്ലം.